ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ചെറുതുരുത്തി മുസ്ലിം പള്ളിക്ക് സമീപം റോഡിലേക്ക് മരം പൊട്ടി വീണ കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ചെറുതുരുത്തി മുസ്ലിം പള്ളിക്ക് സമീപം റോഡിലേക്ക് മരം പൊട്ടി വീണ് കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. റവന്യൂ വകുപ്പ് പഞ്ചായത്ത് അധികൃതരോ KCB അധികൃതരോ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നാണ് വ്യാപകമായ പരാതി. ചെറുതുരുത്തി ജുമാ മസ്ജിദിന് മുൻവശത്താണ് വെള്ളിയാഴ്ച വൈകിട്ട് ശക്തമായ മഴയിലും കാറ്റിലും മരത്തിന്റെ കൊമ്പ് പൊട്ടിവീണത്. ഇതിനെ തുടർന്ന് സമീപത്തിലുണ്ടായിരുന്ന വൈദ്യുതിക്കാലിന്റെ കമ്പിയും പൊട്ടിവീണിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ കടഉടമയായ വീട്ടമ്മയാണ് കമ്പുകൾ വെട്ടിമാറ്റി തടസ്സം നീക്കിയത്. അധികൃതരുടെ അനാസ്ഥയാണെന്ന് INTC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി ആരോപിച്ചു. പൊട്ടിവീണ ഇലക്ട്രിക് ലൈനുകൾ ഇതുവരെയും ശരിയാക്കാൻ KCB അധികൃതർ എത്തിയിട്ടില്ലെന്നും ആരോപണമുയരുന്നു. ഏകദേശം 6 മണിയോടുകൂടി ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലുമാണ് ചെറുതുരുത്തി ടൗൺ പള്ളിക്ക് സമീപമുള്ള വൈദ്യശാലയുടെ മുന്നിൽ നിൽക്കുന്ന ഉങ്ങുമരം കൊമ്പ് മുറിഞ്ഞ് നാഷണൽ ഹൈവേ റോഡിലേക്ക് വീണത്. അതിൻ്റെ ഭാഗമായി തൊട്ടടുത്ത കടക്കാരൻ്റെ ബോർഡ് തകരുകയും സീറ്റ് തകരുകയും അതുപോലെ തന്നെ സർവീസ് വയറും ലൈൻ കമ്പിയെല്ലാം പൊട്ടി വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ്. ഏകദേശം 16 മണിക്കൂർ കഴിയുന്നു. ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികാരികളോ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളോ ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഈ റോഡിൽ കിടന്നിരുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങൾ, കൊമ്പുകൾ ഈ ലോട്ടറി വിൽപ്പനക്കാരിയായ ചേച്ചിയാണ് മുറിച്ച് നീക്കം ചെയ്യുന്നത്. അത്ര പോലും നമ്മുടെ നാട്ടുകാരുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട പഞ്ചായത്തോ റവന്യൂ അധികൃതരോ ഇലക്ട്രിസിറ്റി ബോർഡോ തിരിഞ്ഞു നോക്കിയില്ല എന്ന കാര്യത്തിൽ തികച്ചും പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇന്ന് രാവിലെയാണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനം TV-യിൽ കാണാനിടയായത്. അപകട നിലയിലുള്ള എല്ലാ മരങ്ങളും അപ്പോൾ നാട്ടുകാർ വിവരമറിയിച്ചാൽ അത് റവന്യൂ ഇടപെട്ട് മുറിച്ച് നീക്കം ചെയ്ത് അപകടങ്ങൾ ഇല്ലാതാകാൻ എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞ് അധികം സമയമായിട്ടില്ല. ഇവിടേക്ക് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ പോലും തിരിഞ്ഞു നോക്കാത്തത് തികച്ചും പ്രതിഷേധാർഹമാണ്. എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഈ മരത്തിൻ്റെ കൊമ്പുകൾ നീക്കം ചെയ്യാനും ബാക്കി വരുന്ന മരത്തിൻ്റെ കൊമ്പ് വലിയ അപകടം പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.